വയനാട്ടെ ദുരന്ത ബാധിതരെ സർക്കാർ വഞ്ചിച്ചെന്ന ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. കേന്ദ്രം നൽകിയ പണം കേരളം ചെലവഴിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ അജണ്ടയ്ക്ക് യു.ഡി.എഫും കൂട്ടുനിന്നു. ഇരുകൂട്ടരും രാഷ്ട്രീയമായി ദുരന്തത്തെ മുതലെടുത്തുവെന്നും കെ. സുരേന്ദ്രൻ വിമർശനമുന്നയിച്ചു. വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമേറ്റതിന് പിന്നാലെയായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രന്റെ പ്രതികരണം. ദുരന്ത നിവാരണത്തിന് അതുപോലെ പുനരധിവാസത്തിന് സംസ്ഥാന ഗവൺമെന്റ് എന്താണ് ചെയ്തത്? കേന്ദ്രം നൽകിയ തുക എന്ത് ചെയ്തു? സംസ്ഥാനത്തിന് ദുരിതാശ്വാസ നിധിയിൽ വന്ന പണം എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല? എന്തുകൊണ്ട് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് സർവേ വൈകി? എന്തുകൊണ്ട് അന്തിമമായ മെമ്മോറാണ്ടം നൽകാൻ കാലതാമസം ഉണ്ടായി? എന്തായിരുന്നു മന്ത്രിസഭാ ഉപസമിതി ഇത്രയും കാലം ചെയ്തത്? എന്തിന്റെ മുകളിലായിരുന്നു മന്ത്രിസഭാ ഉപസമിതി അടയിരുന്നത്? ഈ ചോദ്യത്തിന് വയനാട്ടിലെ ജനങ്ങളോട് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോട് സർക്കാർ ഉത്തരം പറയണം. കേരള സർക്കാർ വേണ്ട ഗൃഹപാഠം ചെയ്യാതെ, ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താതെ, വെറും രാഷ്ട്രീയം മാത്രം ഉദ്ദേശിച്ച് നടത്തിയ പ്രചാരവേലയുടെ ദുരിതം അനുഭവിക്കേണ്ടി വന്നത് വയനാട്ടിലെ ജനങ്ങളാണ്. ദുരന്തത്തിനു ശേഷം നടത്തിയ ശാസ്ത്രീയ സർവേ സർക്കാർ ഇടപെട്ട് മരവിപ്പിച്ചു. വയനാട് ഹർത്താൽ നടത്തിയ എൽ.ഡി.എഫും യു.ഡി.എഫും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തെ തുടർന്ന് ശാസ്ത്രീയമായി നടത്തേണ്ട സർവേ സർക്കാർ വൈകിപ്പിച്ചു. ഇന്നലെ പാർലമെന്റിൽ വയനാട് എം പി ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ആഭ്യന്തര മന്ത്രി കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിരിക്കുന്നു. വയനാട് പുനരധിവാസ പാക്കേജ് വൈകുന്നതിന് കാരണം കേന്ദ്ര സർക്കാർ അല്ല, സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഹൈക്കോടതി ഇന്ന് അത് ആവർത്തിച്ച് അടിവരയിട്ടിരിക്കുന്നു. വയനാട്ടിൽ ഹർത്താൽ നടത്തിയ എൽ.ഡി.എഫും യു.ഡി.എഫും ജനങ്ങളോട് മാപ്പ് പറയണം. കേന്ദ്രം നൽകിയ പണം സംസ്ഥാനം എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല? ദുരന്ത സമയത്ത് മന്ത്രിസഭാ ഉപസമിതി സെൽഫി എടുത്ത് സമയം കളഞ്ഞുവെന്നും കൃത്യമായ ഗൃഹപാഠം നടത്തി കണക്ക് കേന്ദ്രത്തിന് കൈമാറിയില്ല. പിണറായി വിജയന്റെ അജണ്ടയോട് യു.ഡി.എഫും കൂട്ടുനിന്ന് പ്രവർത്തിച്ചുവെന്നും കെ. സുരേന്ദ്രന്റെ വിമർശനം. ജനം, തിരുവനന്തപുരം.